പരീക്ഷിച്ചു നോക്കാത്തവർ വിരളമായിരിക്കും. അങ്ങനെ ഭക്ഷണ രുചി തേടുന്നവർക്ക് കോഴിക്കോട്ടെ ഷാപ്പിലെ ഞണ്ട് സ്പെഷ്യൽ പരിചയപ്പെടുത്തുകയാണ് ദീപക് മലയമ്മ. ദീപക് മലയമ്മ ഞണ്ടിനെ പിടിച്ചു ഒന്ന് നോക്കിയിട്ട് വരാം. ഹായ്, ഹലോ. അല്പം സീ ഫുഡ്, കുറച്ച് മീറ്റൊക്കെ തേടിയിട്ട് കോഴിക്കോടാണ് ഉള്ളത്. ഞാൻ നിൽക്കുന്ന ഇടമെന്ന് പറയുന്നത് പാറോപ്പടിയാണ്. പാറോപ്പടി ഷാപ്പ് റെസ്റ്റോറൻറ്റ്. ഷാപ്പിൽ എന്താ ഈ സമയത്ത് കാര്യമൊന്നല്ലേ ചോദ്യം? ഷാപ്പിൽ ചെറിയ കാര്യങ്ങളുണ്ട്, കള്ളുപിടിക്കാൻ വന്നതല്ല കേട്ടോ. നമ്മൾ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ പരീക്ഷിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ്. രാജേട്ടാ, എന്തുണ്ട്? സുഖം സുഖം. നിങ്ങളെ കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടു. ഉണ്ടോ? എന്തൊക്കെയാണ് വെറൈറ്റി ഉള്ളത്? വെറൈറ്റി ക്രാബുണ്ട്, റാബിറ്റ് ഉണ്ട്. അങ്ങനെയാണോ? ആ, പ്രോൺസ്. അതെ, നമുക്കൊക്കെ ഒന്ന് പരീക്ഷിക്കാലോ. ഞാൻ ഈ ക്രാബ് ഒന്ന് എടുത്താൽ കടിക്കും തന്നെ. ഇതെങ്ങനെ പിടിക്കണ്ടേ? പണിയാവോ? ഈ കയറിൽ പിടിച്ച് പിടിക്കാവോ? എന്താ പോന്നെ, അത് എളുപ്പമുള്ള പരിപാടിയല്ലല്ലോ. നിങ്ങളൊന്നും എടുത്തേ. ഷാജേട്ടൻ തന്നെ എടുത്താലേ പുള്ളിയുടെ കൈക്ക് കടി കൊണ്ടാലും കുഴപ്പമില്ലല്ലോ. നടക്കുവോ? ചേട്ടാ, ഇതാണോ ഐറ്റം നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്? ഓക്കെ, എന്നാ പോയിട്ട് വരാം. നല്ല ആംബിയൻസിൽ ആ ക്രാബ് കുക്ക് ചെയ്യുന്നത് കണ്ടിട്ട് വരാം. ബാക്കി പിന്നെ വാ. അങ്ങനെ ക്രാബ് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സുജാ ഭായി? എന്താ നിങ്ങളുടെ ക്രാബിന്റെ ഒരു പ്രത്യേകത? ഞാൻ ഇതിനടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. എന്താ പ്രത്യേകത? ഇതിന് പ്രത്യേകമായിട്ട് ചെയ്യുന്നത് നമ്മളെ വാങ്ങി പൊടിച്ചിട്ടുള്ള മസാല, ഫ്രഷ് ആയിട്ടുള്ള മസാല. നമ്മൾ ഇതിന് പ്രത്യേക കോമ്പിനേഷൻ ഉണ്ട് മസാലയ്ക്ക്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് പെപ്പറിലാണ്. 2 ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് റെഡ് ചില്ലി പൗഡറിലുള്ള മസാലയും ചെയ്യും, ഇതിനും ചെയ്യും. പിന്നെ പെപ്പർ ഫ്രൈ ഉണ്ടായിരിക്കും. അത് റെഡ് ചില്ലി പൗഡറിൽ പുഴുങ്ങി വെക്കും, ക്ലീൻ ചെയ്ത് വെക്കും. കസ്റ്റമർക്ക് ക്രാബിനെ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം, അത് സൈസ് അനുസരിച്ച് എടുക്കാം. ഇവിടെ വന്ന് അതിനെ ബോയിൽ ചെയ്ത് മസാലയ്ക്ക് മിക്സ് ചെയ്ത് ആ ഒരു കോൺസിസ്റ്റൻസി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യും. എന്നും ഷെഫ് ഇവിടെ മസാല മിക്സിങ്ങും കാര്യങ്ങളും. അങ്ങനെ ക്രാബ്, ചെമ്പല്ലി, പാൽക്കപ്പ, പാലപ്പം, വാ വാ വാ. ഇനി അടുത്തത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? പക്ക ഫുഡാണ്. ഇതാണ് ഈ വിശാലമായ ഡൈനിങ് ഹാൾ. ഇതിൻ്റെ ഒരു വിശാലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അവിടെ കാണാം. നമ്മൾ കോഴിക്കോട് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടേബിളിലേക്കാണ്. ഈ ടേബിളിൽ എത്തിക്കഴിഞ്ഞാൽ വിശാലമായിട്ട് സമൃദ്ധമായിട്ട് ഒന്ന് കഴിച്ചേ. തലക്കറി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എല്ലാ വിഭവങ്ങളും ആയില്ല ഏറെക്കുറെ. ഇതിൽ ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ ഒന്ന് ചെമ്പല്ലി, മറ്റൊന്ന് പ്രോൺസ്, ക്രാബ് അല്ലേ? ഇതിനിപ്പോൾ വേറെ എന്തെങ്കിലും ഐറ്റം വിട്ടുപോയതുണ്ടോ? ഇല്ല, ഏകദേശം എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനിയുണ്ട് ഐറ്റംസ് ഉണ്ട്. ലോബ്സ്റ്ററൊക്കെ നമുക്ക് വരാനുണ്ട്. പക്ഷെ തൽക്കാലം ഈ വയറിലേക്ക് തന്നെ കയറണ്ടേ. ചേട്ടാ, എങ്ങനെയുണ്ട്? പൊതുവെ ആളുകൾ ഇങ്ങനെ ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടോ? നല്ല രീതിയിൽ വരുന്നുണ്ട്. പ്രതീക്ഷിച്ചാലും കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. ആണല്ലേ? ഫാമിലിയാണോ കൂടുതലായിട്ടും? അപ്പോൾ ഞാൻ ആദ്യം ഏതാ പരീക്ഷിക്കണ്ടേ? അതിനാണെങ്കിൽ പ്രോൺസ് തന്നെ പരീക്ഷിച്ച് നോക്കിയാലോ അല്ലേ? ഞാൻ എടുത്തിട്ട് കടിച്ചു പറിച്ചാൽ മതിയാവും അല്ലേ? ഒന്നും പറയാനില്ല. നല്ല മസാലയിൽ ഒഴിച്ച് കിടക്കുന്ന ഐറ്റമാണ്. ഇതിന് പൊട്ടിക്കണ്ടേ? കട്ടറുണ്ടോ? എന്നാൽ പിന്നെ കട്ടർ വന്നിട്ട് പൊട്ടിച്ചങ്ങ് അടിക്കാം. ഇങ്ങനെയും കട്ട് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ യാത്രകൾക്കിടയിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു റെസ്റ്റോറൻ്റാണ് പാറപ്പടിയിലെ ഷാപ്പ് റെസ്റ്റോറൻറ്റ്. കാര്യത്തിൽ നടക്കാൻ പറ്റുന്ന കേട്ടോ, സംശയമില്ല. ഒപ്പം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് വരാം, നിങ്ങൾക്ക് കൂട്ടുകാർക്കൊപ്പം വരാം. എല്ലാവിധ ഐറ്റംസും ഇവിടെ കിട്ടും. പിന്നെ ഈ പേരിലുള്ള പോലെ ചില സംഭവങ്ങളുണ്ട്. അത് നമുക്ക് നിയമപരമായി പല പ്രശ്നങ്ങളും ഉണ്ട്. അത്തരം മുന്നറിയിപ്പുകൾ നമ്മൾ നൽകുകയാണ്. ഒപ്പം തന്നെ ആസ്വദിക്കാൻ നിങ്ങൾക്ക് പറ്റിയൊരു ഇടമായിരിക്കും പാറപ്പടിയിലെ ഷാപ്പ് റെസ്റ്റോറൻറ്റ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഷാജേട്ടനും രാഹുലും ഒക്കെ ഇവിടെ ഇങ്ങനെ സജീവമായിട്ട് ഉണ്ടാവും. വീണ്ടും നമുക്ക് ഞാൻ അവസാനിപ്പിക്കട്ടെ, വേറൊരിടത്ത് വെച്ച് കാണാം. ഇതൊന്ന് തീർക്കട്ടെ. ബൈ.